നമസ്കാരം. 2025 കന്നി ലഗ്നം കന്നി രാശിക്കാർക്ക് എങ്ങനെയുള്ളതായിരിക്കും എന്നതാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. കന്നി ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം, കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹു 6ാം ഭാവത്തിലേക്ക് വളരെ ശക്തനായിട്ട് 2025 മെയ് മാസത്തിൽ ഗോചരം ചെയ്യാൻ പോവുകയാണ്. അതുപോലെ മാർച്ച് അവസാനത്തോടു കൂടി ശനിയുടെ ഒരു ഗോചരം നിങ്ങളുടെ 7ാം ഭാവമായിട്ടുള്ള മീനം രാശിയിലേക്ക് ഗോചരം ചെയ്യുന്നതായിരിക്കും. 12ാം ഭാവത്തിൽ കേതുവിൻ്റെ ഒരു ഗോചരം, അതുപോലെ 10ാം ഭാവത്തിൽ നിങ്ങളുടെ 4ഉം 7ഉം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ഒരു ഗോചരവും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ ഒരു ഗോചരം വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു വർഷം, പ്രത്യേകിച്ചത് മെയ് മാസം മുതലാണ് കൂടുതൽ ഇഫക്റ്റ് കാണിക്കുക. മാർച്ച് മാസം തൊട്ട് ശനിയുടെ ഒരു ഫലം പ്രതീക്ഷിക്കാം. ഏത് കാര്യവും നമ്മുടെ ജാതകത്തിലെ ദശ, അന്തർദശ, പ്രത്യന്തർദശകൾ, ജാതകത്തിലെ ഗ്രഹങ്ങളുടെ പൊസിഷൻ, ദശാനാഥനിൽ നിന്ന് ഗോചരത്തിലെ ഗ്രഹങ്ങൾ എവിടെ ഇരിക്കുന്നു, അതിനനുസരിച്ചിട്ടാണ് ഫലം വരുന്നത്. നമ്മുടെ ദശാകാലമാണ് നമ്മുടെ പ്രാരാബ്ധം, നമ്മുടെ മുൻജന്മ കർമ്മഫലം ഒക്കെ കാണിക്കുന്നതും. അതുകൊണ്ട് ദശാകാലങ്ങൾക്കാണ് ഗോചരത്തിലെ ഗ്രഹങ്ങളുടെ ഒരു അവസ്ഥയേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളത്. ഏത് മഹാദശ, അന്തർ, പ്രത്യന്തർ അങ്ങനെയുള്ള ദശാകാലങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്നതിനനുസരിച്ചിട്ട്. പക്ഷേ ഗോചരത്തിലെ ഗ്രഹങ്ങൾ കുറച്ച് അവസരങ്ങൾ തരികയാണ്. നിങ്ങളുടെ ഏത് ഭാവത്തിൽ ഈ ഗ്രഹങ്ങൾ വന്നിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് കുറച്ച് അവസരങ്ങൾ തരുന്നുണ്ട്. അത് നിങ്ങളുടെ ദശാകാലവുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ചില പുരോഗതികൾ, ചിലപ്പോൾ ചില വിഷമങ്ങൾ ഒക്കെ നമുക്ക് കടന്നു പോകേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. അത് പ്രാരാബ്ധം തന്നെയാണ്, നല്ലതാണെങ്കിലും നല്ല അനുഭവമാണെങ്കിലും മോശം അനുഭവമാണെങ്കിലും. അപ്പോൾ കന്നി ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി വലിയൊരു ഉത്തരവാദിത്തം പൂർത്തിയാക്കിയിട്ട് നിങ്ങളുടെ 6ാം ഭാവത്തു നിന്ന് 7ാം ഭാവത്തിലേക്ക് ഗോചരം ചെയ്യാൻ പോവുകയാണ്. 6ാം ഭാവത്തിൽ വളരെ ശക്തനായിട്ടാണ് ശനി ഇരിക്കുന്നുണ്ടായിരുന്നത്. ശനിയുടെ മൂലത്രികോണമായിട്ടുള്ള, ശനിയുടെ സ്വന്തം രാശിയായിട്ടുള്ള കുംഭത്തിലാണ് ഇരിക്കുന്നുണ്ടായത്. അപ്പോൾ ശരിക്കും ആ ഒരു കർമ്മസ്ഥാനത്തെ പറ്റി, നിങ്ങളുടെ ആ ഒരു ഡെയിലി റുട്ടീനിനെ സംബന്ധിച്ചിട്ട്, നിങ്ങളുടെ രോഗം, ശത്രു, കടം എന്നൊരു ഭാഗത്തെക്കുറിച്ച്, നിങ്ങൾക്ക് പ്രാരാബ്ധ ബന്ധമുണ്ടായിരുന്ന ആൾക്കാരെ, അവർ തന്ന അനുഭവങ്ങളെക്കുറിച്ച്, അതായത് ശരിക്കും ആ 2.5 വർഷം എന്നത് 2025 മാർച്ച് മാസം അവസാനം തൊട്ട് തിരിഞ്ഞു നോക്കുമ്പോഴുള്ള ഒരു 2.5 വർഷം പുറകോട്ട് നോക്കുമ്പോൾ ആ ഒരു അവസ്ഥ എന്നത് നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ 7ാം ഭാവത്തിലേക്ക് ശനി പോകുമ്പോൾ അത് നല്ല ഫലങ്ങളാണ്, പ്രത്യേകിച്ച് കരിയറിനെ സംബന്ധിച്ചിട്ട്. പക്ഷേ ഇവിടെ മീനത്തിലേക്ക് പോകുന്നത് കൊണ്ട്, മീനം നഷ്ടരാശിയാണ്, മോക്ഷരാശിയാണ്, അതുപോലെ ആധ്യാത്മികതയുടെ രാശിയാണ്. നമ്മൾ മോക്ഷമാർഗത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്, വിട്ടുകളയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു രാശിയിലേക്ക് കർമ്മത്തിൻ്റെ കാരകഗ്രഹം, നിങ്ങളുടെ ഡെയിലി റുട്ടീനെ കാണിക്കുന്ന മകരത്തിൻ്റെ അധിപൻ കൂടിയായിട്ടുള്ള നിങ്ങളുടെ 5ാം ഭാവാധിപൻ, നിങ്ങളുടെ പ്രണയ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന, നിങ്ങളുടെ വിദ്യാഭ്യാസം, സന്താനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കാണിക്കുന്ന ആ ഒരു ഭാവത്തിൻ്റെ അധിപൻ കൂടിയായിട്ടുള്ള ശനി മീനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് നിങ്ങളുടെ ദശാകാലത്തിനനുസരിച്ചിട്ട് വിദേശത്ത് ജോലി ഒക്കെ തരും. അതുപോലെ നല്ല പോസ്റ്റുകൾ, പ്രത്യേകിച്ച് രാഹുവിൻ്റെ സപ്പോർട്ടോടു കൂടി നല്ല പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ തരുമായിരിക്കും. എന്നിരുന്നാലും ഇത് ചില കാര്യങ്ങൾ നമ്മളോട് ഉപേക്ഷിക്കാൻ പറയുകയാണ്. 6ാം ഭാവത്തിൻ്റെ അധിപനാണ് നഷ്ടരാശിയിലേക്ക് പോകുന്നത്. നഷ്ടം എന്ന് പറയുമ്പോൾ മീനത്തിൻ്റെ ക്വാളിറ്റിയാണത്. ഉപേക്ഷിക്കുക എന്നത്, വിട്ടുകളയുക എന്നത്, ലെറ്റ് ഗോ എന്ന് പറയാറില്ലേ, ആ ഒരു അവസ്ഥ എന്നത്. അപ്പോൾ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഷഡരിപുക്കളെ, നിങ്ങളുടെ കാമം, ക്രോധം, മതം, മോഹം, ലോഭം, മാത്സര്യം അങ്ങനെയുള്ള കാര്യങ്ങളെ വിട്ടുകളയാനാണ്, ഉപേക്ഷിക്കാനാണ് ശനി പറയുന്നത്. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വരണമെങ്കിൽ, പ്രത്യേകിച്ച് കന്നി ലഗ്നം, കന്നി രാശി എന്ന് പറയുമ്പോൾ അത് രോഗം, ശത്രു, കടം എന്നൊരു ക്വാളിറ്റിയാണ്. ആ ഒരു രാശിയിൽ വളരെയധികം ലോജിക്കൽ തിങ്കിങ് ഉള്ളവർ, വളരെയധികം ആർഗ്യുമെൻറ്റേറ്റീവാണ്, വാദപ്രതിവാദങ്ങളിൽ ജയിക്കാൻ കഴിയുന്നവരാണ്, നല്ല വാക് സാമർഥ്യമുള്ളവരാണ്. അതുപോലെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്, ലോജിക്കലായിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ കഴിയുന്നവരാണ്. പക്ഷേ രാശിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് രോഗം, ശത്രു, കടം എന്ന ആ ഒരു പ്രാരാബ്ധ ഭാവത്തെ കാണിക്കുന്നതാണ് നാച്ചുറൽ സോഡിയാക്കിലേത് ഈ കന്നി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചന്ദ്രൻ ഇരിക്കുന്ന, അതായത് മനസ്സിൻ്റെ കാരകഗ്രഹനായിട്ടുള്ള ചന്ദ്രൻ ഇരിക്കുമ്പോൾ, അതുപോലെ നിങ്ങളുടെ ലഗ്നം, നിങ്ങളുടെ ആ ഒരു തനുഭാവം, ഈ ശരീരം ഈ ഒരു രാശിയുടെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാവത്തിൽ നിന്ന് 7ാം ഭാവത്തിലേക്ക്, നഷ്ടം എന്ന ഒരു രാശിയിലേക്ക് ശനി പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ശനി ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ 7ാം ദൃഷ്ടി കന്നിയിലേക്ക് തന്നിട്ട് നിങ്ങളോട് പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ എന്താണോ ആ ഒരു ഹോൾഡ് ഓൺ ചെയ്തു വച്ചിരിക്കുന്നത്, 5ാം ഭാവത്തിൻ്റെ അധിപനാണ് പോകുന്നത്. ഒരു പഴയ പ്രണയം, ഒരു നഷ്ടപ്പെട്ട പ്രണയം, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ചിട്ട് പോയൊരു വ്യക്തി, അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരാണെങ്കിൽ സന്താനങ്ങളുമായിട്ടുള്ള ചില ഇഷ്യൂസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സന്താനങ്ങളുമായിട്ടുള്ള ചില കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ പൊസിഷൻ കൂടിയാണ് 5ാം ഭാവം. ഒരു പൊസിഷന് വേണ്ടി, ഒരു പദവിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു.
ഒരുപാട് അധ്വാനിച്ചു, നിങ്ങളുടെ അധ്വാനത്തിന് കഷ്ടപ്പാടിന് അനുസരിച്ചിട്ട് അത് കിട്ടിയില്ല. അതുപോലെ തന്നെ പേര്, പ്രൊമോഷൻ, കീർത്തി, സ്ഥാനമാനങ്ങൾ അതൊക്കെ 5-ാം ഭാവമാണ്. മകരാകുമ്പോൾ അതൊന്നുകൂടി പ്രോമിനൻ്റ് ആണ്. കന്നി ലഗ്നക്കാർ ഒരുപാട് മാനേജറിയൽ പോസ്റ്റിലിരിക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങളുടെ ദശാകാലങ്ങൾ അനുകൂലമല്ലെങ്കിൽ, പ്രത്യേകിച്ച് 12-ാം ഭാവത്തിൽ കേതു വന്നിട്ടിരിക്കുന്നതുകൊണ്ട് അത് പറയുകയാണ് വിട്ടുകൊടുക്കാൻ. അതായത് ഒരുപാട് കാലമായിട്ട് ഇതിൻ്റെ പുറകെ ആണെങ്കിൽ അതൊരു പക്ഷേ മനസ്സിലെ ഒരു ആഗ്രഹമായിരിക്കാം. അതാണ് പറയുന്നത്, ആ ഷഡരിപുക്കൾ, കാമം, ക്രോധം, മദം, മോഹം, ലോഭം, മാത്സര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ ആ ഒരു മോഹം എന്നത് അതൊരു പ്രണയിനിയോട്, ഒരു പോസ്റ്റിനോട്, ഒരു പദവിയോടുള്ള ഒരു അദമ്യമായിട്ടുള്ള ഒരു ആഗ്രഹം, ഒരു ഒബ്സഷനായിട്ടുണ്ടെങ്കിൽ പോലും അത് വിട്ടുകളയൂ, മറന്നു കളയൂ, മുന്നോട്ട് പോകൂ എന്നിവിടെ ശനി നിങ്ങളെ ഓർമ്മിപ്പിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ആ 7-ാം ദൃഷ്ടി. 7-ാം ദൃഷ്ടി ലഗ്നത്തിലേക്കൊക്കെ വരുമ്പോൾ ശനിയുടെ 7-ാം ദൃഷ്ടി കുറച്ച് പബ്ലിക്കായിട്ട് ഇൻസൾട്ട് കൊണ്ടുതരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഒന്നിനും പുറകെ പോകരുത്. പക്ഷേ 7-ാം ഭാവത്തിലെ ശനി എപ്പോഴും കരിയറിൽ ഉയർച്ച തരുന്നതാണ്. കാരണം അത് തുലാം എന്നതാണ് നാച്ചുറൽ സോഡിയാക്കിലെ 7-ാം ഭാവം എന്നത്. അതുകൊണ്ട് ശനി ആ ഭാവത്തിൻ്റെതായിട്ടുള്ള എല്ലാ ഫലങ്ങളും തരും. വിദേശത്ത് ജോലി, പ്രത്യേകിച്ച് രാഹുവിൻ്റെ സപ്പോർട്ടോടു കൂടി മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി, മത്സര പരീക്ഷകളിൽ വിജയം, ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും നന്നായിട്ട് മത്സരബുദ്ധിയോടുകൂടി പഠിച്ചിട്ട് അതായത് ആ ഒരു നിങ്ങളുടെ ഷഡരി ബുക്കളെ എങ്ങനെ ഡൈവേർട്ട് ചെയ്യാം എന്നത് ഇവിടെ ശനിയും രാഹുവും കൂടി പഠിപ്പിക്കും. ആ മത്സരബുദ്ധി എന്നത് ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു കമ്പനിയോടോ ഒരു മേലധികാരിയോടോ ഒന്നുമല്ല വേണ്ടത്, ഒരു പ്രണയിനിയോടോ ഒരാളോടുമല്ല. നിങ്ങൾ ചില കാര്യങ്ങൾ നേടാനായിട്ട് മത്സരിക്കൂ. നിങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ, ഒരു നിയമപാലകനാണെങ്കിൽ ആ നിയമം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു എനർജി ഉപയോഗിക്കൂ. പക്ഷെ അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശനി പഠിപ്പിക്കും. അപ്പോൾ 2.5 വർഷത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് ശനി തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു 6-ാം ഭാവത്തിലിരിക്കുമ്പോൾ ശരിക്കും ശനി വളരെ പതുക്കെയാണ് കാര്യങ്ങൾ തരിക. അപ്പോൾ നിങ്ങളെ ആ ഒരു 6-ാം ഭാവത്തെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം വളരെ പതുക്കെയായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് കഴിഞ്ഞ 2.5 വർഷം ഒരുപാട് പഠിച്ചിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റിയില്ല ഒരു പരീക്ഷയിൽ, ഒരു പ്രത്യേക ഉദ്യോഗം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ശ്രമിക്കുകയാണ്. അതിൻ്റെ ഫലം ജാതകത്തിൽ രാഹു നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദശാകാലങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ, ദശാനാഥനിൽ നിന്ന് രാഹുവും ശനിയൊക്കെ നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത്, ഈ 2.5 വർഷത്തിന് ശേഷം നിങ്ങളുടെ ആ ഒരു 2.5 വർഷത്തെ പരീക്ഷയ്ക്കായുള്ള ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം ഇവിടെ ശനി തരുന്നതാണ്. ശനിയാണ് തരുന്ന ആൾ. അപ്പോൾ ആ മത്സരബുദ്ധി എന്നത് രാഹു കൊണ്ടുതരും. അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ മനസ്സിലാക്കുക, നമ്മുടെ എനർജി എങ്ങോട്ട് സ്പെൻഡ് ചെയ്യണം, എങ്ങനെ ഉപയോഗിക്കണം എന്നത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് വ്യക്തിബന്ധങ്ങൾ നിങ്ങൾക്ക് തന്ന വേദനകൾ, അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എങ്കിൽ അതിനെ വിട്ടുകളയാൻ പഠിക്കേണ്ടുന്ന സമയമാണ്. അപ്പോൾ ഇതൊരു അവസരമാണ് ശനി കൊണ്ടുതരുന്നത്. രാഹുവിൻ്റെ സപ്പോർട്ടും കൂടിയുണ്ട്, ശനി അവിടെ കൊണ്ടുതരികയാണ്. പക്ഷേ രാഹു 6-ാം ഭാവത്തിലിരിക്കുമ്പോൾ ഇതൊക്കെ കൂട്ടും. അദ്ദേഹം കുറച്ചുകൂടി, അതായത് ആഗ്രഹങ്ങളെ കാണിക്കുന്ന ഒരാളാണ്. ആഗ്രഹങ്ങളുടെ ഒരു രാശി തന്നെയാണ്, ഇച്ഛാപൂർത്തിയുടെ രാശിയാണ് കുംഭം. അതാണ് നിങ്ങളുടെ 6-ാം ഭാവം എന്നത്. അവിടെ അതിൻ്റെ കോറൂളറായിട്ടുള്ള രാഹു വന്നിരിക്കുമ്പോൾ ഇത് നിങ്ങളുടെ പരമാവധി ഇച്ഛ പൂർത്തിയാക്കാൻ ശ്രമിക്കും. ഏത് കാര്യങ്ങളെക്കുറിച്ചാണ്? രോഗം, ശത്രു, കടം എന്ന കാര്യങ്ങളെക്കുറിച്ച്. അതാണ് ആ ഭാവത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത്, 6-ാം ഭാവത്തിൻ്റെ. അതേസമയം കുംഭം എന്ന് പറഞ്ഞാൽ അത് മൾട്ടിനാഷണൽ കമ്പനിയാണ്, സോഷ്യൽ സർക്കിളാണ്, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളാണ്. നിങ്ങൾ സാധന ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, താന്ത്രിക് പ്രാക്ടീസസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ജ്യോതിഷം തുടങ്ങിയ സബ്ജക്ട്സ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഇങ്ങനെയുള്ള നിഗൂഢ ശാസ്ത്രങ്ങളാണ്, റിസർച്ചാണ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, എയ്റോസ്പേസ് തുടങ്ങിയ കാര്യങ്ങളാണ്, ടെക്നോളജിയാണ്, ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള മൊത്തത്തിലുള്ള ഒരു ശാസ്ത്ര സാങ്കേതിക രംഗമായാലും, ഹീലിംഗ് എന്ന ചതയം എന്ന നക്ഷത്രം അവിടെ ഉള്ളതുകൊണ്ട് ഹീലിംഗ് എന്ന കാര്യവും ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ രാഹു അവിടെ ശക്തനാവാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ രാഹു നിങ്ങൾക്ക് ഇതിനെല്ലാം ഉള്ള ഒരു ഊർജ്ജം തരും. പക്ഷെ അത് നെഗറ്റീവായിട്ട് പോകരുത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഒരു എളിയ സജഷൻ ഉള്ളത്. കാരണം ഈ ഒരു എനർജി, രാഹു കൊണ്ടുതരുന്ന എനർജി പഠിച്ചിട്ട് ജോലി നേടാനും, നിങ്ങൾ ധാർമ്മികമായിട്ടുള്ള രീതികളിലൂടെ സഞ്ചരിച്ചിട്ട് ഒരു പോസ്റ്റിലെത്താനും ഒക്കെ നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. രാഹു ഇവിടെ വിദേശത്ത് ആണെങ്കിലും, മൾട്ടിനാഷണൽ കമ്പനികളിലാണെങ്കിലും, കൊലാബറേഷനിലൂടെയും റിസർച്ചിലാണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ ഫീൽഡുകളിലെല്ലാം തീർച്ചയായിട്ടും ഇവിടെ സക്സസ് കൊണ്ടുതരുന്നതാണ്. 6-ാം ഭാവത്തിലാവുമ്പോൾ രാഹു ഒരു പാപഗ്രഹമായതുകൊണ്ട് ചില അസുഖങ്ങളൊക്കെ തന്നിരിക്കും. പ്രത്യേകിച്ച് ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി ഉള്ളതുകൊണ്ട് നേരത്തെ തന്നെ ലിവറിൻ്റെ അസുഖമൊക്കെ ഉള്ളവർക്ക് കുറച്ച് ഇഷ്യൂസ് തന്നു എന്നിരിക്കും. എന്നിരുന്നാലും രാഹു
കുംഭത്തിൻ്റെ അധിപൻ കൂടിയാണ്, കോ റൂളർ കൂടിയായതുകൊണ്ട് ചികിത്സ ലഭ്യമാക്കും. ഈ ലഭിക്കുന്ന ചികിത്സ എന്നത് ഏത് രോഗത്തിലാണെങ്കിലും ഈ ഒരു സമയത്ത് കന്നി ലഗ്നം കന്നി രാശിക്കാർക്ക് ലഭിക്കുന്ന ചികിത്സ എന്നത് ആ ഒരു മുഖ്യധാരയിൽ നിന്ന് മാറിയിട്ടുള്ള രീതികളായിരിക്കും. പലരും ഈ സമയത്ത് ഒറ്റമൂലി മരുന്നുകൾ പരീക്ഷിക്കുന്നതായിരിക്കാം, ഓൾട്ടർനേറ്റീവ് മെഡിസിൻസിലേക്ക് കൂടുതൽ തിരിയുന്നതായിരിക്കാം. അതുകൂടാതെ മെൻ്റൽ ഹെൽത്തും നമ്മുടെ ഇമോഷണൽ പല പ്രശ്നങ്ങളും, കാരണം ശനി ഇവിടെ 6ാം ഭാവം വിട്ടിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ ബേർഡൻ തന്നിട്ടുണ്ട്. അതിനൊക്കെ ഹീൽ ചെയ്യാൻ കൂടി രാഹു നിങ്ങളെ സഹായിക്കും. അതൊക്കെ വ്യത്യസ്ത ടെക്നോളജിയിലൂടെയാണ്. ഉദാഹരണമായിട്ട് ഇവിടെ മിഥുനത്തിൽ നിന്ന് ഒരു ത്രികോണ സംബന്ധം വ്യാഴം തരുന്നുണ്ട് രാഹുവുമായിട്ട്. ഹീൽ ചെയ്യാനായിട്ട് മണ്ഡല ആർട്ടൊക്കെ പഠിക്കുക, സംഗീതം പഠിക്കുക, മറ്റു ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, ശ്രീയന്ത്രം ഒക്കെ വരയ്ക്കാൻ പഠിക്കുക. അതായത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിലൂടെ നിങ്ങളെ ഹീൽ ചെയ്യാൻ പഠിക്കുക. ഇത് തന്നെ സംഗീതം ഉപയോഗിച്ചിട്ട് മ്യൂസിക് തെറാപ്പി ആയിക്കോട്ടെ, അതായത് ഒരു വ്യത്യസ്ത മാർഗത്തിലൂടെ നിങ്ങളെ ഹീൽ ചെയ്യാൻ പഠിക്കുന്നതാണ്. പലതരത്തിലുള്ള രാഗങ്ങൾ കേട്ടിട്ട്, നൃത്തം അഭ്യസിച്ചിട്ട്, എങ്ങനെ എനിക്ക് മറ്റു മാർഗങ്ങളിലൂടെ, കൂടാതെ പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേർന്നിട്ട്, എഴുതിയിട്ട്, പ്രത്യേകിച്ച് തിരുവാതിരയിലൂടെയൊക്കെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതിയിട്ട് ഒക്കെ നിങ്ങൾക്ക് തന്നെ ഒരു ഹീലിംഗ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എഴുത്തുകാരാണെങ്കിലും അതുപോലെ യൂട്യൂബേഴ്സ് ആണെങ്കിലും സ്വന്തം പാഷനെ പ്രൊഫഷനാക്കിയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ നല്ല സമയമാണ് വരുന്നത്. ഇവിടെ ഒന്നുകൂടി പറയാം, രോഗങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം, ആഹാരശീലങ്ങളെ ശ്രദ്ധിക്കണം. ആഹാരശീലങ്ങൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യാഴം നിങ്ങളുടെ 7ാം ഭാവാധിപനാണ്, മീനത്തിൻ്റെ അധിപനാണെന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് തീർച്ചയായിട്ടും 7ാം ഭാവം എന്ന് പറയുമ്പോൾ ഒരു മാരകസ്ഥാനമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ആഹാരശീലങ്ങൾ നിയന്ത്രിക്കുകയേ വേണ്ടൂ. അല്ലാതെ ഇവിടെ നിങ്ങളുടെ 4ാം ഭാവത്തിൻ്റെ അധിപൻ ധനുവിൻ്റെ അധിപനായിട്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഗുണമാണ് വ്യാഴം തരുക. 7ാം ഭാവത്തിൻ്റെ കൂടി അധിപനാണെങ്കിലും 4ാം ഭാവത്തിൻ്റെ ധനുവിൻ്റെ റിസൾട്ടും തരും. എന്നാലും ബുധൻ്റെ രാശിയാണ് നിങ്ങളുടേത്. അതുകൊണ്ട് ആഹാരശീലങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്ത് വ്യാഴം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ക്വാളിഫിക്കേഷനൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, പുതിയ ക്വാളിഫിക്കേഷൻ നേടാനായിട്ട്, വിദേശത്ത് പോയി പഠിക്കാനായിട്ട്, വിദേശത്ത് ജോലി ചെയ്യാനായിട്ട്, ഫ്രണ്ട് സർക്കിളിലൂടെ പഠിക്കാനായിട്ട് ഒക്കെ അവസരം തരുന്നതാണ്. ജോലിയിൽ പ്രൊമോഷനും ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും മാറിയിട്ട് നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യേണ്ടുന്ന സിറ്റുവേഷൻ തന്നേക്കാം. പൊതുവേ ശരിക്കും മെയ് മാസം തൊട്ടിട്ട് 2.5 വർഷം ശനി അവസരം തരുന്നുണ്ട്. മെയ് മാസം തൊട്ട് 1.5 വർഷത്തേക്ക് രാഹുവും അവസരം തരുന്നുണ്ട്. പക്ഷേ ഇതിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ്. അതുമാത്രമല്ല, 12ാം ഭാവത്തിലെ കേതു എന്നത് ഒരു ഒറ്റപ്പെടുത്തലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. നമ്മൾ കുറേയൊക്കെ ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കും. നിങ്ങളുടെ ലഗ്നത്തിൽ ഈ 1.5 വർഷം കേതു ഉണ്ടാകുമ്പോൾ, അതായത് 2025 മെയ് മാസം തൊട്ട് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ, അതായത് ഇപ്പോൾ നടക്കുന്ന സമയങ്ങളിൽ 2024 കേതു നിങ്ങളുടെ കന്നിയിലുണ്ട്. അപ്പോൾ അത് ലഗ്നത്തിൽ വരുമ്പോൾ തന്ന പല കാര്യങ്ങളെയും നമ്മൾ അകാരണമായി സംശയിക്കുക, നമുക്കാരെയും വിശ്വാസമില്ലാതെ വരിക. അതുപോലെ അവിടെ നിങ്ങളുടെ കന്നിയിൽ പാപഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓവർ തിങ്കിങ് കൊണ്ടുവരിക, എല്ലാത്തിനൊരു തടസ്സം വരിക, ശരിക്കും ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ. ആധ്യാത്മിക ചിന്തയില്ലാതിരുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും കേതു ലഗ്നത്തിൽ വന്നപ്പോൾ വലിയ പ്രശ്നം തന്നിട്ടുണ്ടാകും. എന്തായാലും ഒരു ഒറ്റപ്പെടലിൻ്റെ ആവശ്യം, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നുള്ളൊരു ഒരു കാര്യം ഈ കേതു ബോധ്യപ്പെടുത്താൻ നിങ്ങളെ ശ്രമിച്ചിട്ടുണ്ടാകും. 12ാം ഭാവത്തിലേക്ക് പോകുമ്പോഴും കേതു നിങ്ങളോട് ആവശ്യപ്പെടുന്നത് വേണ്ടാത്ത ബന്ധങ്ങളെ കളയൂ. ചിങ്ങം എന്നത് നാച്ചുറൽ സോഡിയാക്കിൽ 5ാം ഭാവമാണ്. അവിടെ പ്രണയം എന്നൊരു കാര്യം ഈ നാച്ചുറൽ സോഡിയാക്കിൽ 5ാം ഭാവമായതുകൊണ്ട് അങ്ങനൊരു കാര്യം അവിടെ ഇരിക്കുന്നുണ്ട്. കൂടാതെ പൊസിഷനായാലും പവറായാലും തുടങ്ങിയ കാര്യങ്ങളും. അതുകൊണ്ട് ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ബോർഡർ വെക്കേണ്ടതാണ്, ഒരു രേഖ, ഒരു അതിര് വരയ്ക്കേണ്ടതാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളും തമ്മിൽ. ഒരു ബൗണ്ടറി വരച്ചിട്ട് അതിലേക്ക് ആരെ പ്രവേശിപ്പിക്കണം, നിങ്ങളുടെ അടുത്തേക്ക് ആരെയൊക്കെ പ്രവേശിപ്പിക്കേണ്ട എന്നത് തീരുമാനമെടുക്കേണ്ടുന്നൊരു സമയം കൂടിയാണിത്. കുറേയൊക്കെ ഇത് നിങ്ങളെ സഹായിക്കും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. നിങ്ങൾക്കൊരു ഐസൊലേഷൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് സമാന ചിന്താഗതിയുള്ള ആത്മീയ പുരോഗതി തരുന്ന, നിങ്ങളുടെ ആധ്യാത്മിക ഉന്നതിക്ക് സഹായകമാകുന്ന തരത്തിലുള്ള ബന്ധങ്ങളെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. പക്ഷേ രാഹുവിൻ്റെ കുംഭത്തിലെ ഗോചരം എന്നത് നിങ്ങൾക്ക് വേണ്ടാത്ത പല കൂട്ടുകെട്ടുകളും വന്നു ചേരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതായത് നമ്മളെ കുറച്ച് അകന്ന് നിൽക്കാനും, ആവശ്യമില്ലാത്ത സംസാരം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ ഒന്ന് നിയന്ത്രിക്കേണ്ടതാണ് നമ്മൾ. അതുപോലെ ജോലി സ്ഥലത്താണെങ്കിലും രാഹുയുടെ ഓഫീസ് പൊളിറ്റിക്സും കാര്യങ്ങളും എല്ലാം കൊണ്ടുതരും.
നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത വ്യക്തിയിൽ നിന്നായിരിക്കും നിങ്ങൾക്കൊരു ബാക്ക് സ്റ്റാബിങ് ലഭിക്കുന്നത്. നിങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ഉയർത്തിയ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്ത്, ഈ ഒരു വർഷം എന്നത് രാഷ്ട്രീയ പ്രവർത്തകർക്കാണെങ്കിലും സാമൂഹ്യ പ്രവർത്തകർക്കാണെങ്കിലും NGOസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അധ്യാപകർക്കാണെങ്കിലും അഡ്വക്കേറ്റ്സിനാണെങ്കിലും നിയമപാലകർക്കാണെങ്കിലും ഒക്കെ നല്ല സമയമാണ്. അവരവരുടെ ജോലിയിലൂടെ പേരെടുക്കാൻ കഴിയുന്ന സമയമാണ്. ഇവിടെ എന്നത് രാഷ്ട്രീയ പ്രവർത്തകർക്കാണെങ്കിൽ ഈ ഒരു 1.5 വർഷം എന്നത് മെയ് മാസം തൊട്ടിട്ടുള്ള 1.5 വർഷം എന്നത് പ്രത്യേകിച്ച് രാഹു കുംഭത്തിലുണ്ടാകുമ്പോൾ ഒരു അടിത്തറ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടുന്ന വർഷമാണ്. അതായത് നിങ്ങൾ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു, നിങ്ങളുടെ ഒരു ഇമേജ് നിങ്ങൾ സൃഷ്ടിക്കുകയാണ് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട്. രാഹു ആകുമ്പോൾ എത്രമാത്രം ധാർമ്മികമായിട്ട് കുംഭമായതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി എത്രമാത്രം കാര്യങ്ങൾ ചെയ്യുന്നുവോ അത്രയും ലൈം ലൈറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതാണ് രാഹുവിൻ്റെ പ്രത്യേകത എന്നത്. അതുകൊണ്ട് ഇപ്പോൾ അത് സൃഷ്ടിച്ചെടുക്കേണ്ട സമയമാണ്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് വരുന്ന സമയങ്ങളിൽ അധികാരം നേടിയെടുക്കാനൊക്കെ നിങ്ങളെ സഹായിക്കുന്നതാണ്. അതായത് ആ ഒരു അടിത്തറ പാകേണ്ട സമയമാണ്. ഇവിടെ രാഹു ആയതുകൊണ്ട് ചില ഷോർട്ട് കട്ടുകളൊക്കെ എടുക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. എന്നിരുന്നാലും വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി ഉള്ളതുകൊണ്ട് സമയാസമയം നിങ്ങൾക്ക് ഉപദേശം തേടുകയാണെങ്കിൽ, നിങ്ങളുടെ ദശാകാലങ്ങൾ നല്ലതാണെങ്കിൽ, ഗോചരത്തിലെ ഗ്രഹങ്ങളിൽ നിന്ന് ജാതകത്തിലെ ഗ്രഹങ്ങൾ നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല അഡ്വൈസ് കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഈ ഒരു സമയത്ത് എത്രമാത്രം സമൂഹത്തിന് വേണ്ടി സത്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടോ പ്രവർത്തനം വർദ്ധിപ്പിക്കേണ്ടുന്ന സമയമാണ്. അതിൻ്റെ ഫലം പിന്നീട് ലഭിക്കുന്നതുമാണ്. തീർച്ചയായിട്ടും സമൂഹത്തിന് വേണ്ടി നമ്മൾ അറിവ് കൊടുക്കുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും പൊതുവേ നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത് എന്നാണ്. പക്ഷേ ചില ഫീൽഡുകളിലുള്ള ആൾക്കാർ, രാഷ്ട്രീയ പ്രവർത്തകരും മറ്റ് സിനിമ തുടങ്ങിയ മേഖലകളിലുള്ളവരൊക്കെ അവരുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഒക്കെ പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്. സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പ്രശസ്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഗുണം ആകുമെന്നാണ് പറയുന്നത്. ഈ ഒരു കാര്യം എന്നത് മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ, സിനിമയിൽ പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവർ, മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, എഴുത്തുകാർ, എല്ലാവർക്കും ഇത് തന്നെയാണ്. ഇപ്പോൾ ആ ഒരു പ്ലാനിങ്ങിനുള്ള സമയമാണ്. ആ പ്ലാനിങ് എന്നത് ശരിക്കും പ്രൊമോട്ട് ചെയ്യാനും, അതായത് പ്ലാൻ ചെയ്തിട്ട് പ്രൊമോട്ട് ചെയ്യാനും മുഖ്യധാരയിലേക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ കൊണ്ടുവരാനും ഒക്കെയുള്ള സമയമാണ്. പക്ഷേ അതിൻ്റെ എക്സിക്യൂഷൻ എന്നത് നിങ്ങളുടെ ജാതകത്തിലെ സമയമാണ് അതിൻ്റെ എക്സിക്യൂഷനെ പറ്റി പറഞ്ഞു തരുന്നത്. പക്ഷേ രാഹു ഇവിടെ എന്ത് സത്കർമ്മം, കുംഭം എന്നത് ആ ഒരു പബ്ലിക്കിനെ കൂടി കാണിക്കും, വലിയ സോഷ്യൽ സർക്കിൾ, തരത്തിൽ പറഞ്ഞാൽ സമൂഹം, ആ സമൂഹത്തിനെ കൂടി റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു കുംഭം എന്നത്. അതുകൊണ്ട് അവിടേക്ക് വേണ്ടി നിങ്ങൾ എന്ത് കൊടുക്കുന്നുവോ, വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട് അറിവ് കൊടുക്കുന്നുണ്ടോ, അതുപോലെ സ്കൂൾ മാനേജ്മെൻറ്റ്, കോളേജ് മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, അതായത് പലതരം ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നുണ്ടോ ഫ്രീ ആയിട്ട് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്. കന്നി ലഗ്നക്കാർക്കും കന്നി രാശിക്കാർക്കും ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതിനും നല്ല സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഏത് ഗ്രഹമാണ് കുംഭത്തിലിരിക്കുന്നത് എന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്യാമ്പയിൻ സംഘടിപ്പിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് രാഹുവിൽ നിന്ന് ത്രികോണത്തിൽ ചൊവ്വയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കന്നി ലഗ്നക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിനുകൾ ഒക്കെ സംഘടിപ്പിച്ചിട്ട് സമൂഹത്തിന് വേണ്ടി അത് നല്ല കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അങ്ങനെ എന്താണെങ്കിലും, അതായത് നിങ്ങളുടെ 6ാം ഭാവമായതുകൊണ്ട് അത് ആനിമൽസിനെ കൂടി സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് മൃഗങ്ങൾക്ക് വേണ്ടി, മുറിവേറ്റിട്ടുള്ള മൃഗങ്ങൾക്ക് വേണ്ടി, ഇഞ്ചേർഡ് ആയിട്ടുള്ള മൃഗങ്ങൾക്ക് വേണ്ടി, അതുപോലെ അങ്ങനെയുള്ള അവസ്ഥയിൽ ഗോമാതാ സേവ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിട്ട് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഇത് നമുക്ക് സ്വയം ചെയ്യാൻ ഉള്ള സാഹചര്യമില്ലെങ്കിൽ ഇഷ്ടംപോലെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും, അന്വേഷിച്ചാൽ കിട്ടുന്നതാണ്. അപ്പോൾ അവരെ നമ്മുടേതായ രീതിയിൽ എങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്നതിനെക്കുറിച്ച് ചിന്തിക്കാവുന്ന തന്നെയാണ്. പിന്നെ ശനിയുടെ രാശിയാണ് കുംഭം എന്നത്. അതുകൊണ്ട് ഒരു കാര്യം എന്നത് വൃദ്ധരായിട്ടുള്ള ആൾക്കാരെ, രോഗികളെയൊക്കെ സൂചിപ്പിക്കുന്നു. കന്നി എന്ന് പറഞ്ഞാലും ഒരു തരത്തിൽ രോഗം എന്നൊരു കാര്യം അവിടെയുമുണ്ട്. നിങ്ങളുടെ 7ാം ഭാവത്തിലേക്ക് പോയിരിക്കുന്നത് 6ാം ഭാവാധിപനാണ്. മീനം എന്നതും ആശുപത്രിയെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് എത്രമാത്രം രോഗികൾക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നുവോ അതും വലിയൊരു പരിഹാരമാണ്. ദൈവികമായിട്ടുള്ള പരിഹാരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകപ്രകാരം, ഗ്രഹങ്ങളുടെ അവസ്ഥ പ്രകാരം അത് വ്യത്യാസപ്പെട്ടിരിക്കും. എന്നിരുന്നാലും ഇത് സൊസൈറ്റിക്ക് കൊടുക്കേണ്ടതാണ്. അതിനുള്ള പരിഹാരങ്ങളാണ്. അതായത് നല്ലൊരു ഗോചരമാണ് കന്നി ലഗ്നം, കന്നി രാശിക്കാർക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് അതിൽ വ്യത്യാസം വരുന്നതാണ്. വ്യത്യസ്ത ദശാകാലങ്ങളിൽ ആ ദശാനാഥനിൽ നിന്ന് എവിടെ ഈ ഗ്രഹങ്ങൾ ഇരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഫലം വരുന്നത്.
അതുപോലെ കന്നി ലഗ്നത്തിൽ കന്നി രാശിയിൽ ജനിച്ച ആൾക്കാർക്ക് ഒരുപാട് ആധ്യാത്മിക ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, സാധനകൾ ചെയ്യുന്ന, ജപങ്ങളും മന്ത്രജപങ്ങളൊക്കെ ചെയ്യുന്ന, ഒരു ഗുരുവിൻ്റെ കീഴിൽ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങളായിരിക്കും ശനി മീനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. വളരെയധികം ദൈവികമായിട്ടുള്ള ഒരു അനുഭവങ്ങളാണ്. അതുപോലെ നേരത്തെ തന്നെ നിങ്ങൾ നല്ല ഭക്തിയും കാര്യങ്ങളൊക്കെയുള്ള ആൾക്കാരായിരുന്നു, നിസ്വാർത്ഥമായിട്ട് നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്തിരുന്ന ആൾക്കാർക്കും ശനി ഇവിടെ നല്ല ഫലം തരും. കാരണം ശനി മോക്ഷരാശിയിലേക്കാണ് പോയിരിക്കുന്നത്. ഒരു കാര്യം ഇന്ന് ശനി 7ാം ഭാവത്തിലേക്ക് പോകുമ്പോൾ ശനി കുറച്ച് പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. അത് വ്യാഴത്തിൻ്റെ രാശിയാണ്. വ്യാഴവും അതുപോലെ കുറച്ച് പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം തന്നെയാണ്. മീനത്തിൻ്റെ അധിപനായിട്ടുള്ള വ്യാഴം മിഥുനത്തിൽ 10ാം ഭാവത്തിൽ ഗോചരം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പലതരത്തിലും നിങ്ങൾക്ക് തോന്നിയേക്കാം എൻ്റെ കർമ്മക്ഷേത്രത്തിൽ കുറച്ച് സ്ലോ ആണല്ലോ കാര്യങ്ങൾ എന്നത്. അപ്പോൾ അത് ആ സമയത്തിൻ്റെതാണ്. തീർച്ചയായിട്ടും ദശാകാലങ്ങൾക്കനുസരിച്ച് ഇതിന് വ്യത്യാസമുണ്ടാകും. പുതിയ ജോലി ലഭിക്കാൻ നല്ലതാണ്. ഈ ഒരു സമയത്ത് വിദേശത്താണ് കൂടുതൽ അവസരങ്ങളുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്നത് ഇൻട്രോസ്പെക്റ്റ് ചെയ്യുക എന്നത് തന്നെയാണ്. ശനിയുടെ 7ാം ദൃഷ്ടിയാണ് ലഗ്നത്തിലേക്ക് വരുന്നത്. രാഹു ഇവിടെ ഒരുപാട് ആഗ്രഹങ്ങൾ തരും. ഒരു ആഗ്രഹ പൂർത്തി ഉണ്ടാകുമ്പോഴത്തേക്കും അടുത്തത് തുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കൂടുതലായിട്ടും നേരത്തെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലും കാര്യങ്ങളിലൊക്കെ ഒരു തരത്തിൽ നിങ്ങൾക്ക് നല്ല ലാഭം വന്നു, രണ്ടാമതും നല്ല ലാഭം വന്നു, പെട്ടെന്ന് എടുത്തു ചാടി നിങ്ങൾ വലിയ അമൗണ്ടിലേക്കൊക്കെ കടക്കുമ്പോൾ തീർച്ചയായിട്ടും രാഹു എന്നത് താൽക്കാലികമായിട്ട് ലാഭം തരുന്ന ആളാണ്. അതുകൊണ്ട് രാഹു അവിടെ നിന്ന് 1.5 വർഷം കഴിഞ്ഞ് പോകുമ്പോൾ വലിയ നഷ്ടം തരാനും സാധ്യതയുണ്ട്, നിങ്ങളുടെ ദശാകാലങ്ങൾക്കും ജാതകത്തിലെ ഗ്രഹങ്ങൾക്കും അനുസരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആഗ്രഹങ്ങൾക്കൊരു ലിമിറ്റ് വയ്ക്കണം. ഇത് ഏത് കാര്യത്തിലും, വ്യക്തിബന്ധങ്ങളിലായാലും പ്രണയകാര്യങ്ങളിലാണെങ്കിലും വിവാഹ കാര്യത്തിലാണെങ്കിലും. വിവാഹ ജീവിതത്തിലും കുറച്ചൊക്കെ ഒരു ഡ്രൈനെസ് വരുന്നതാണ്. അതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജീവിത നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം എന്നത് കുറച്ചുകൂടി സാത്വികവും ഈ ഒരു സമയത്ത് കുറച്ചുകൂടി ദൈവികവുമായിട്ട് കാണേണ്ടുന്നൊരു സമയമാണ്. അതായത് നമ്മുടെ ഭാഗ്യത്തിലുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾ എന്നത് നമ്മുടെ പൂർവ്വജന്മ പ്രാരാബ്ധം തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെയാണെങ്കിലും നമ്മൾ അതിനെ മനസ്സിലാക്കുക, അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക എന്നാണ്. അതായത് ഈ ഒരു സമയത്ത് ഒരുപാട് കുറവുകളും കുറ്റങ്ങളും കാണേണ്ടുന്നൊരു സമയമല്ല. അതേപോലെ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ തന്നേക്കാം. ഡിവോഴ്സും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും നിങ്ങളുടെ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് അത്തരം പ്രശ്നങ്ങളും തരാൻ സാധ്യതയുണ്ട്. അതിൽ പലതും നേരത്തെ ഒരുപാട് ഡിവോഴ്സിനായിട്ടൊക്കെ ശ്രമിച്ചവരാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ദശാകാലങ്ങൾ അനുകൂലിക്കുകയാണെങ്കിൽ ആ ഒരു വിവാഹ ബന്ധത്തിൽ നിന്ന് മോചനത്തിനും ശനി നിങ്ങളെ സഹായിക്കുന്നതാണ്. പക്ഷേ ഇവിടെ എന്നത് 6ാം ഭാവത്തിൽ രാഹു ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ 6ാം ഭാവത്തിൽ ഏത് ഗ്രഹം ഇരിക്കുന്നു, ഏത് ഭാവാധിപൻ്റെ ദശയാണ് നടക്കുന്നത്, അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ പങ്കാളി ഒട്ടും വിട്ടുകൊടുക്കില്ല എന്ന മട്ടിൽ, അതായത് എന്നെ വിട്ടിട്ട് വേറൊരു കല്യാണം നിങ്ങൾ കഴിക്കേണ്ട എന്നുള്ള രീതിയിൽ പിടിവാശി കാണിച്ചുവെന്നും നിങ്ങൾക്ക് വിവാഹമോചനം തരാതെ കാര്യങ്ങൾ നീട്ടിവെച്ചു എന്നും വരാം. ഇതൊക്കെയും ദശാകാലങ്ങൾക്കനുസരിച്ചിട്ടാണ്. ദശാകാലം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാരാബ്ധം, നമ്മുടെ മുൻജന്മ കർമ്മഫലമാണ്. ഗോചരത്തിൽ ഇങ്ങനെയുള്ള സാധ്യതകൾ തരുന്നുണ്ട്. അപ്പോൾ ശനി മുക്തനാക്കാൻ ശ്രമിക്കുന്നതാണ്. പക്ഷേ രാഹു അവിടെ വരുന്നത് കൊണ്ട് രാഹു പിടിമുറുക്കും. 6ാം ഭാവത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ശത്രുക്കളെയും ഒന്ന് ശ്രദ്ധിക്കണം. എത്ര പ്രബലനാണ് നിങ്ങൾ ഏറ്റുമുട്ടാൻ പോകുന്നത്. ഇപ്പോൾ കുംഭത്തിൽ നിങ്ങളുടെ സൂര്യൻ ഇരിക്കുന്നുണ്ട്, ചൊവ്വ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ എത്രമാത്രം ശക്തനാണ്. പാപഗ്രഹങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ഏത് ഭാവത്തിൻ്റെ അധിപനോടൊപ്പമാണ് ഇരിക്കുന്നത്, അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഒരാളെ ഡീൽ ചെയ്യാനും. അത് ഓഫീസിലാണെങ്കിലും എന്ത് കാര്യവും നിങ്ങൾ അവതരിപ്പിക്കുമ്പോഴും. കാരണം രാഹു പ്രബലനായതുകൊണ്ട് ശത്രുവും അതുപോലെ പ്രബലൻ തന്നെ ആയിരിക്കും. ഇത് രാഷ്ട്രീയത്തിലും ആപ്ലിക്കബിളാണ്. പ്രത്യേകിച്ച് രാഹു ഈ കുംഭത്തിൽ വന്നിരിക്കുന്നതുകൊണ്ട് ഈ ഓൺലൈനായിട്ടുള്ള ഫ്രോഡുകളും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. നിങ്ങളുടെ 6ാം ഭാവം കൂടിയായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻജന്മങ്ങളിലെയും ഈ ജന്മങ്ങളിലെയും കർമ്മഫലങ്ങൾ തിരിച്ചു വരുന്നതാണ്. അതുകൊണ്ട് കൂടുതലായിട്ടും ഡൊണേഷൻസ് തന്നെയാണ് നമ്മളെ സഹായിക്കുക. ജാതകത്തിനനുസരിച്ചിട്ട് പൂജാപ്രതിവിധികൾ ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമം കേൾക്കുക, ചൊല്ലുക, ഹനുമാൻ ചാലിസ വായിക്കുക എന്നൊക്കെ ഒരു പരിഹാരമാണ്. പക്ഷേ ഓരോ ജാതകത്തിലും വ്യത്യസ്ത പരിഹാരങ്ങളാണ്. ഇത് കന്നി ലഗ്നം, കന്നി രാശിയിൽ നിന്ന് ഗോചരത്തിൽ വരാനിരിക്കുന്ന ഗ്രഹങ്ങളുടെ അവസ്ഥ എന്തൊക്കെ ഫലം കൊണ്ടുതരാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞു തന്നത്. ഉദാഹരണത്തിന് ഒരാൾ ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ലഗ്നം കന്നി ആയിരുന്നു ഉദിച്ചു വന്നിരുന്നത്. കന്നി ലഗ്നത്തിൽ ജനിച്ച ഒരു വ്യക്തി, പക്ഷെ അദ്ദേഹത്തിൻ്റെ ചന്ദ്രൻ വൃശ്ചികത്തിലാണെന്ന് വിചാരിക്കുക. അതായത് വൃശ്ചികം രാശിയിലാണ് ചന്ദ്രനുള്ളത്, കന്നി ലഗ്നമായിട്ട് വന്നു. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചന്ദ്രനിൽ നിന്ന് അഷ്ടമത്തിലാണ് വ്യാഴം ഗോചരം ചെയ്യുന്നത്. അതുപോലെ ചന്ദ്രനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ 4ാം ഭാവത്തിലാണ് രാഹു ഗോചരം ചെയ്യുന്നത്. അതുപോലെ 10ാം ഭാവത്തിൽ കേതു ഗോചരം ചെയ്യുന്നു.
അപ്പോൾ കന്നി ലഗ്നത്തിന് ഏകദേശം കരിയറിൻ്റെ കാര്യത്തിലൊക്കെ നല്ല ഫലങ്ങളുണ്ട്. കൂടാതെ നിങ്ങളുടെ 4-ാം ഭാവാധിപൻ 4-ാം ഭാവത്തിന് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഒരു വീട് വയ്ക്കണം, പ്രോപ്പർട്ടി വാങ്ങണം എന്നിങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ രാഹു ഇവിടെ ലോണൊക്കെ എളുപ്പം പാസ്സാക്കി തരും. അതുകൊണ്ട് അങ്ങനെ ലോൺ എടുത്തിട്ടാണെങ്കിലും വീടൊക്കെ വയ്ക്കാനുള്ള അവസരമൊക്കെ കന്നി ലഗ്നക്കാർക്ക് തരും. കൂടാതെ രാഹു 6-ാം ഭാവത്തിൽ വരുമ്പോൾ നമ്മൾ കടം കൊടുക്കരുത്, അത് തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കടം എടുക്കുമ്പോഴും വളരെ സൂക്ഷിക്കണം, അത് തിരിച്ചടയ്ക്കാനും പ്രയാസമായിരിക്കും. കാരണം രാഹു നമ്മളെ കൊണ്ട് വലിയ ബാധ്യതകൾ എടുപ്പിക്കും. അത് മറ്റുള്ളവർക്ക് വേണ്ടി എടുക്കാതിരിക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷെ വൃശ്ചികം രാശിക്കാരനാണെന്ന് പറയുമ്പോൾ അത് വൃശ്ചികത്തിൽ നിന്ന് 4-ാം ഭാവത്തിൽ രാഹു വന്നിരിക്കുന്നു, അഷ്ടമത്തിൽ വ്യാഴം പോയിരിക്കുന്നു. അപ്പോൾ ഈ 2 ഫലവും തരും. ചന്ദ്രൻ എന്ന ഗ്രഹത്തെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ മനസ്സിൻ്റെ കാര്യങ്ങൾ, മനസ്സിന് എന്ത് അനുഭവിക്കാൻ പറ്റുന്നു എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ ലഗ്നത്തിൽ നിന്ന് തനുഭാവം, ശരീരം എവിടെ എത്തും, ശരീരത്തിന് എന്ത് അനുഭവിക്കാൻ കഴിയുന്നു എന്നത്. പല കാര്യങ്ങളും നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് പോവുക എന്നത് നമ്മൾ അവിടെ എത്തിച്ചേരണം, വിദേശത്ത് എത്തിച്ചേരണം. അതുകൊണ്ട് തനുഭാവം എന്നത്, ലഗ്നം എന്നത് നമ്മൾ പൊതുവെ ഇങ്ങനെയുള്ള ഗോചരങ്ങൾ നമ്മുടെ ജാതകത്തിൽ ലഗ്നത്തിൽ നിന്ന് ഗ്രഹങ്ങൾ എവിടെയിരിക്കുന്നു എന്നത് നോക്കിയിട്ട് ദശാനാഥനിൽ നിന്ന് ഗോചരത്തിലെ ഗ്രഹങ്ങൾ എവിടെ ഇരിക്കുന്നു എന്നതിന് നോക്കിയിട്ടാണ് ഈ ശരീരം ഇത് ചെയ്യാനായിട്ട് അവിടെ എത്തുമോ എന്നത് നമ്മൾ പരിശോധിക്കുക. പലപ്പോഴും ചന്ദ്രരാശിയിൽ നിന്ന് കാര്യങ്ങൾ ശരിയായിട്ട് വരും എങ്കിലും എത്രമാത്രം ബലവാനാണ് ചന്ദ്രൻ, ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി, അതിനെയൊക്കെ അനുസരിച്ചും ഇരിക്കും. എന്നാലും നിങ്ങൾക്ക് രണ്ടും കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്. ജ്യോതിഷം അറിയാവുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആത്മകാരക ഗ്രഹത്തിൽ നിന്നും, നിങ്ങളുടെ കാരകാംശത്തിൽ നിന്നും, നിങ്ങളുടെ സൂര്യനിൽ നിന്നും, ലഗ്നത്തിൽ നിന്നും, ചന്ദ്രനിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ഗോചരം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒരു അവയർനെസ് തരും. അതായത് ആത്മാവിൻ്റെ ഒരു പുരോഗതി അങ്ങനെയാണ്. സൂര്യൻ എന്നൊരു ഗ്രഹത്തിൽ നിന്ന്, സൂര്യൻ ആത്മകാരകൻ തന്നെയാണ് നാച്ചുറൽ സോഡിയാക്കിൽ. അപ്പോൾ ആ സൂര്യനിൽ നിന്ന് ഉള്ള ഗോചരം എന്നത് ശരിക്കും നിങ്ങളുടെ മീനത്തിലാണ് സൂര്യനെങ്കിൽ ശനി അവിടത്തേക്ക് വരുമ്പോൾ നിങ്ങളെ കർമ്മങ്ങളിൽ നിന്ന്, കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തനാക്കാൻ ശ്രമിക്കും. കാരണം ഇവിടെ സൂര്യൻ്റെ രാശിയിൽ കേതു കൂടി വന്നിരിക്കുന്നുണ്ട് കന്നി ലഗ്നക്കാരനാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് എന്നത് കുറച്ച് വേദനാജനകമായിരിക്കും. മേലധികാരിയുമായിട്ട് തർക്കം വരിക, വിദേശത്ത് ജോലിക്ക് എത്തിപ്പെടും. പക്ഷേ നിങ്ങൾക്ക് ഓരോരുത്തരുടെ അടുത്ത് എത്തിയിട്ടും ആ പ്രാരാബ്ധങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുന്നതും അവിടെ നമുക്ക് കൊടുക്കൽ വാങ്ങലുകൾ ഉള്ളത് കൊണ്ടാണ്, പ്രാരാബ്ധമാണ്. പലതും നമുക്ക് വിഷമം തരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വിഷമം തരുന്ന കാര്യങ്ങളാണ്. മറ്റൊരു വ്യക്തി വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ ഒക്കെ നമ്മളെ ചില കാര്യങ്ങൾ പറയുമ്പോൾ, ചെയ്യുമ്പോഴൊക്കെയാണ് വിഷമം വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബ ജ്യോത്സ്യരെ കണ്ട് ജാതകം പരിശോധിപ്പിച്ചു കഴിഞ്ഞാൽ വ്യക്തമായൊരു ധാരണ വരുന്ന സമയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഇത് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്കിതിൽ നിന്ന്, ഇത് നിങ്ങളുടെ ലഗ്നത്തിൽ നിന്നും ചന്ദ്രരാശിയിൽ നിന്നും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഞാൻ രണ്ടും കാണണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നത് ഒരു ജനറൽ അവെയർനെസ്സിന് വേണ്ടിയിട്ടാണ്, അത് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക്. അല്ലാത്ത ആൾക്കാർക്ക് ചന്ദ്രരാശി മാത്രം നോക്കിയാലും മതി. എന്നാലും എന്തെങ്കിലും ഒരു സംശയം നമ്മുടെ ചന്ദ്രരാശിയുമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ ഇതിലെപ്പോഴും പറയുന്നുണ്ട് ദശാകാലങ്ങൾക്കാണ് പ്രാധാന്യം എന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബ ജ്യോത്സ്യരെ കണ്ടിട്ട് നമ്മുടെ ദശാകാലം എന്താണെന്ന് അറിയാനും അതിനുള്ള പരിഹാരങ്ങൾ തേടാനും നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ ചരണങ്ങളിൽ നിങ്ങളെ സമർപ്പിച്ചിട്ട് പോയാൽ തന്നെ മതി. നമ്മളെ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി, അവർ നമ്മളെ നയിക്കുന്നതാണ്. അപ്പോൾ ആരാധനകൾ ചെയ്യേണ്ടുന്ന സമയമാണ്. ഇവിടെ രാഹു ഇത്തരം കാര്യങ്ങൾക്കൊന്നും താല്പര്യം കാണിക്കില്ല. പക്ഷേ 10-ാം ഭാവത്തിലെ വ്യാഴം ഒരു പരിധിവരെ നിങ്ങൾക്ക്, അതുപോലെ ശനിയുടെ സപ്പോർട്ടോടു കൂടി തീർത്ഥയാത്ര നടത്താനൊക്കെ അവസരങ്ങൾ തരും. തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതാണ്. കന്നി ലഗ്നം, കന്നി രാശിക്കാർ തീർത്ഥയാത്രകൾ ചെയ്യുക. പുണ്യം നേടേണ്ടുന്ന സമയമാണ്. പല കാര്യങ്ങളും, പല ആർഗ്യുമെൻസും, വഴക്കുകളും, അതുപോലെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളാണെങ്കിലും, സന്താനങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും, പ്രണയത്തിലെ കാര്യമാണെങ്കിലും, നിങ്ങൾ ആഗ്രഹിച്ച പോസ്റ്റാണെങ്കിലും പലതും വിട്ടുകൊടുക്കാൻ പഠിക്കുക. എന്താണോ നിങ്ങൾ ഉപേക്ഷിക്കുന്നത്, എനിക്കിനി ഇതിനോട് ആഗ്രഹമില്ല, ഇത് വേണ്ടാന്ന് വിചാരിക്കുന്നത്, അത് തിരിച്ചു വരികയും ചെയ്യും. അങ്ങനെയാണ് ശനി ഇരിക്കുന്നത്. അങ്ങനത്തെ രാശിയാണ് മീനം എന്നത്. വിട്ടുകൊടുക്കുക. നമുക്ക് മോക്ഷം കിട്ടണമെങ്കിൽ നമ്മൾ മരിക്കണമല്ലോ. അങ്ങനെയാണ് ശനിയുടെ അവസ്ഥ അവിടെ. നിങ്ങൾ വിട്ടുകൊടുക്കും. നിങ്ങളുടെ ആ മനസ്സ് ഞാൻ കാണട്ടെ. നിങ്ങൾ ഈ പ്രണയിനിയെ ഇന്നാളെ തന്നെ ഓർത്തിരിക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഇന്ന പൊസിഷൻ തന്നെ, ഞാൻ ഇത്രയൊക്കെ പഠിച്ചു, പക്ഷേ എനിക്ക് ഈ പൊസിഷനിൽ എത്താൻ പറ്റിയില്ല, എല്ലാവരും എത്തുന്നുണ്ട്, പക്ഷേ എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല. ആ ഒരു ആഗ്രഹം പാടെ കളയൂ. നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി എന്നെ ഇത് എടുത്ത് ഏൽപ്പിച്ചാലും എനിക്ക് ഈ പോസിറ്റീവ് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന അത്രയും ഡ്രൈ ആക്കി നമ്മളെ വെക്കും ശനി. നമ്മളെ അങ്ങനെയും ഇമോഷണലി
എന്താ പറയുക, ഇതിനോടൊന്നും ഒരു ബന്ധമില്ല എന്നുള്ള മട്ടിലിരിക്കുമ്പോഴാണ് പ്രശസ്തിയായാലും പദവിയായാലും ഒക്കെ വരുന്നത്. ശനി പറയും ഇതാ പിടിച്ചോ, ഇനി ഇതിന് നിങ്ങൾ അർഹനായിരിക്കുന്നു. അതാണ് ഭഗവാനും പറയുന്നത്. അതാണ്, ഇത് കർമ്മം ചെയ്യൂ, ഇതിനോടൊന്നും അറ്റാച്ച്മെൻറ്റ് വേണ്ടാന്ന് പറയുന്നില്ലേ, പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടെന്ന് പറയുന്നില്ലേ. അതാണ് ശനി മീനത്തിലിരുന്ന് പറയുക. അപ്പോൾ ഇതാണ് കന്നി ലഗ്നം കന്നി രാശിക്കാർക്ക് 2025 പറ്റി ഒരു സൂചനകൾ തരാനുള്ളത്. നിങ്ങളുടെ കുടുംബ ജ്യോത്സ്യരെ കണ്ട് അതിൻ്റേതായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് രാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യണം. അതുപോലെ 12ാം ഭാവത്തിലെ കേതുവാണ്, വിട്ടുകൊടുക്കാൻ പഠിക്കണം. അവിടെ ഒരു തരത്തിലും നമ്മൾ അടക്കി പിടിക്കരുത്. അത് ഒന്നുകൂടി പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.